ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല കേട്ടോ, ഒരു കറ കളയുന്ന വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നില്ലേ, ഇതുപോലെ ഏത് തരത്തിലുള്ള കറകളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇത് മഷി ചുമരല്ല കേട്ടോ, കട്ടിലിലാണ് ലീക്കായി പോയ മഷിയാണ്. ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെ തന്നെ ഏത് തരം കറകളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ച് റിമൂവ് ചെയ്തെടുക്കാം. കുട്ടികളുടെ വീടുകളിലെല്ലാം ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആകും. മെഴുക് കളർ കൊണ്ട് ചുമരിൽ വരച്ചതാണിത്. അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ കറയും എല്ലാതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിനായി ഞാൻ എടുക്കുന്നത് ഒരു പാത്രം കഴുകുന്ന സ്പോഞ്ച്. അതിൻ്റെ ആ ഉരമുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ അല്പം കോൾഗേറ്റാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. ഇത് ഏത് ടൈപ്പ് ടൂത്ത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനി ഇത് തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് അല്പം വെള്ളമൊന്ന്, അതൊന്ന് നനയാൻ നിൽക്കാത്ത രീതിയിൽ കുറച്ച് വെള്ളമൊന്ന് ചേർത്ത് കൊടുത്ത് കറ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഉരച്ചാൽ മാത്രം മതി. കൂടുതൽ റിസ്ക് പിടിച്ച് ഉരച്ചു കഴിയേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം റിമൂവായി. ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ടിലിലാണ് കേട്ടോ ഞാൻ ഈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് പെന്നിൻ്റെ മഷി ലീക്ക് പിടിച്ചതാണ്. ചെറിയ മക്കളുടെ വീട്ടിലെല്ലാം ഇതങ്ങനെയുള്ള കറകളെല്ലാം ധാരാളം ഉണ്ടാവുമല്ലോ, അവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആകും ഈ വീഡിയോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതും നല്ലതുപോലെ പോയി കിട്ടി. ഇത്ര പെട്ടെന്ന് ഇളകിപ്പോരുമെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ. ഇപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് രണ്ടും ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. അല്ലാതെ മറ്റൊന്നും ഉപയോഗിച്ച് ഒഴിച്ചു കഴിഞ്ഞേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ രണ്ട് സ്ഥലത്താണ് ആ കറകൾ ഉണ്ടായിരുന്നത്. ഒട്ടും തന്നെ ഇല്ല, നല്ലതുപോലെ റിമൂവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചുമരിലാണ് കേട്ടോ, മെഴുക് കളറാണ്. ഇത് മെഴുക് കളർ ആയതുകൊണ്ട് ഒരല്പം കൂടി സമയം എടുക്കും. ഇത് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം. കാരണം ഇത് മെഴുക് കളറാണല്ലോ, അത്ര പെട്ടെന്നൊന്നും റിമൂവ് ആവുന്ന സാധനം അല്ലല്ലോ. ഇപ്പോൾ അതും ഇതാ വേഗത്തിൽ തന്നെ റിമൂവ് ആയിട്ടുണ്ട്. കുട്ടികളുടെ വീടുകളിലെല്ലാം ഇങ്ങനെ ധാരാളം ഉണ്ടാകും അല്ലേ. ഇനി അതൊന്നും പേടിക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ എല്ലാതും റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാതും ഇളകി പോന്നിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ ഉപയോഗിച്ച് അത് നല്ലതുപോലെ തുടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫുൾ കറകളും പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചുമരിൽ കാണുന്ന കറുത്ത പാടുണ്ടല്ലോ, അത് മെഴുക് കളറൊന്നുമല്ല കേട്ടോ, അത് ചുമരിൽ നിന്നും പെയിന്റ് ഇളകിപ്പോന്ന ആ കളറാണ് കാണുന്നത്. മെഴുക് കളർ വെച്ച് ഉരച്ചത് കൊണ്ട് ചുമരിൽ നിന്നും ഇളകിപ്പോന്ന പെയിന്റിന്റെ ആ കറുപ്പ് കളറാണ് കാണുന്നത്. നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചുമരിൽ പെൻസിൽ ഉപയോഗിച്ച് ഉരച്ച കറയാണ് ഇനി ഞാൻ കളയുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അധികം റിസ്ക് ഒന്നുമില്ല. ഇതാ ഈ കറയാണ്. ഇനി നമുക്കിതൊന്ന് ഉരച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് അത് ഇളകിയത്. ഒന്ന് രണ്ട് ഉരക്കൽ ഉരച്ചപ്പോഴേക്കിനും അത് നല്ലതുപോലെ ഇളകി. എല്ലാം പോകുന്നുണ്ട്. നല്ലൊരു മാജിക് തന്നെയാണല്ലേ. കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ, അത് മുഴുവൻ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്.
ഇനി ഇതും ഒരു കോട്ടൺ ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കറ ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് ഒരിക്കലും പറയില്ല അല്ലേ? കണ്ടില്ലേ, ഈ സ്ഥലത്താണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇതാ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ താഴെ ഉണ്ടാകും, കൂടുതൽ ഉപയോഗിക്കുന്ന സ്വിച്ച് ബോർഡിൻ്റെ താഴെല്ലാം ഇതുപോലെ നല്ലതുപോലെ കറുത്തിരിക്കും, ചെളി പിടിച്ചിരിക്കും. ഇതിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതും ഇതാ നല്ലതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള കറകളൊക്കെ ഉള്ളവരെ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പേസ്റ്റ് ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കളയാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു കോട്ടൺ ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ കറകളെല്ലാം പോയി നല്ലതുപോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് മൈലാഞ്ചിയുടെ കറയാണ്ടത്. ഇത് ചുമരിൽ പറ്റി പിടിച്ചതാണ്. ഇതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ളൊരു കറ തന്നെയാണ്. ഇതും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇതും കുറച്ച് ടൈം ഒന്ന് വെച്ചപ്പോഴേക്കും അത് മുഴുവനും പോയി ഇല്ലേ. ഇനി ഇതും നല്ലതുപോലെ തുടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാം നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സ്ഥലത്താണ് അത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം തന്നെയുള്ളത് ഒരിക്കലും അറിയില്ല. ഇനി ഇതും പെൻസിൽ ചുമരിൽ ഉരച്ച തന്നെയാണ്. ഇതും നിങ്ങൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം റിമൂവ് ആയിപ്പോയി. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി കാണിച്ചു തരുന്നത് എല്ലാ ടൈപ്പ് കറകളും ഇതുപയോഗിച്ച് കളയാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 3-4 ഐറ്റംസ് ഞാൻ കാണിച്ചു തന്നു. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പേസ്റ്റ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ ഇതെല്ലാം കളഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.